2000 വർഷമായി ഇല്ലാതായിരുന്ന ഈന്തപ്പനകൾ ഇസ്രായേലിൽ വീണ്ടും ജീവിപ്പിക്കപ്പെട്ടു. ഇതും ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പുനർജന്മവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? അതാണ് ഇന്നത്തെ സന്ദേശത്തിൽ. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റർ ടു എറ്റേണിറ്റി. ബൈ ദ വേ, നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട പോലെ തന്നെ ഈ സന്ദേശങ്ങളുടെ ഇംഗ്ലീഷും ഹിന്ദി വേർഷൻസും നമ്മുടെ ഇംഗ്ലീഷ് ചാനലിലും ഹിന്ദി ചാനലുകളിലും അവൈലബിൾ ആണ്. ആ ചാനലുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെയും ഷെയർ ചെയ്യുവാൻ നിങ്ങൾ ഓർക്കുക. അപ്പോൾ തിരിച്ചു വന്നാൽ, ഇസ്രായേലിൽ പുരാതന ഈന്തപ്പനകൾ വീണ്ടും ജീവിപ്പിക്കപ്പെട്ടത് ആധുനിക കാലത്ത് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പുനർജന്മവുമായി പ്രതീകാത്മകമായി സിംബോളിക്കായി ബന്ധപ്പെട്ടതായി പലരും കാണുന്നു. പുരാതന ഈന്തച്ചെടികളുടെ പുനരുജ്ജീവനവും ബൈബിളിൽ പരാമർശിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപനവും തമ്മിൽ ശ്രദ്ധേയമായ ഒരു സാമ്യം പലർക്കും ശ്രദ്ധയിൽപ്പെടുന്നു. പുരാതന കാലത്ത് യഹൂദിയയിലെ ഈന്തപ്പനകൾ അവരുടെ മധുരത്തിനും ഗുണനിലവാരത്തിനും വേണ്ടി മുഴുവൻ റോമൻ ലോകത്തും പ്രസിദ്ധമായിരുന്നു. അവ പ്രത്യേകിച്ച് യോർദാൻ താഴ്വരയിലും യെരിഹോയുടെ ചുറ്റുപാടുകളിലും വളർന്നു. ബൈബിളിൽ ആവർത്തന പുസ്തകം 34-3 വാക്യത്തിൽ യെരിഹോയെ ഈന്തപ്പനകളുടെ നഗരം എന്ന് വിളിക്കുന്നു. എന്നാൽ നൂറ്റാണ്ടുകളോളം നടന്ന യുദ്ധങ്ങൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ, കൃഷിരീതികളിലെ മാറ്റങ്ങൾ എന്നിവ കാരണം യഹൂദിയയിലെ ഈന്തപ്പനകൾ മധ്യകാലഘട്ടത്തിൽ ഒടുവിൽ ഇല്ലാതായി. 1900കളുടെ തുടക്കത്തിൽ യഹൂദർ ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് ഇസ്രായേൽ കൃഷി വളരെ കുറഞ്ഞ ഒരു മരുഭൂമി പോലുള്ള ദേശമായിരുന്നു. 1867 ആ ദേശം സന്ദർശിച്ച പ്രശസ്ത എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1960കളിൽ ഇസ്രായേലി പുരാവസ്തു ശാസ്ത്രജ്ഞനായ ഇഗായേൽ യാദിൻ മസാദയിൽ നടത്തിയ ഖനനത്തിനിടെ പ്രത്യേകിച്ച് ഹേരോദ് രാജാവിൻ്റെ ഉത്തരകൊട്ടാരത്തിൽ നിന്ന് ആയിരക്കണക്കിന് പുരാതന ഈന്തപ്പഴ വിത്തുകൾ കണ്ടെത്തി. ഈ വിത്തുകൾക്ക് ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്ന് റേഡിയോ കാർബൺ പരിശോധനയിൽ കണ്ടെത്തി. AD 66 മുതൽ 73 വരെ നടന്ന ആദ്യ യഹൂദ റോമൻ യുദ്ധകാലത്ത് മസാദയിൽ അഭയം പ്രാപിച്ച യഹൂദ വിമതർ ഈ വിത്തുകൾ ഉപയോഗിച്ചിരിക്കാമെന്ന് ചില ഗവേഷകർ വിശ്വസിക്കുന്നു. കൂടാതെ ചാവുകടലിനടുത്തുള്ള കുമ്രാൻ ഗുഹകളിലും പുരാതന ഈന്തപ്പഴ വിത്തുകൾ കണ്ടെത്തി. ഈ വിത്തുകൾ 40 വർഷത്തിലധികം സംഭരണത്തിൽ സൂക്ഷിക്കപ്പെട്ടു. ദശാബ്ദങ്ങളോളം സംഭരണത്തിൽ സൂക്ഷിച്ചിരുന്നതിന് ശേഷം ഹദസ ആശുപത്രിയിലെ ലൂയിസ് എൽ ബോറിക് നാച്ചുറൽ മെഡിസിൻ റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറായ സാറ സലോൺ പുരാവസ്തു കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ പുരാതന ഈന്തപ്പഴ വിത്തുകൾ മുളപ്പിക്കാൻ ഒരു പദ്ധതി ആരംഭിച്ചു. ഒരു കാലത്ത് ആ പ്രദേശത്ത് വളർന്നിരുന്ന ഇല്ലാതായ ഈന്തച്ചെടികളെ വീണ്ടും ജീവിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. വിത്തുകൾ മുളപ്പിക്കുന്ന വെല്ലുവിളി അറവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻവയൺമെൻ്റൽ റിസർച്ചിലെ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൻ്റെ സ്ഥാപകയായ എലൈൻ സോളോവ ഏറ്റെടുത്തു. വിത്തുകൾ നട്ടുപിടിപ്പിക്കുന്നതിന് മുമ്പ് എൻസൈം ചേർത്ത വെള്ളത്തിലും വളത്തിലും മുക്കി തുടർന്ന് ശുദ്ധമായ പോട്ടിംഗ് മണ്ണിൽ നട്ടു. 2005 മാർച്ചിൽ ഈ പുരാതന വിത്തുകളിൽ ഒന്നിന് വിജയകരമായി മുളയിറങ്ങി. പല ശാസ്ത്രജ്ഞരും അസാധ്യമെന്ന് കരുതിയ കാര്യം. ബൈബിളിൽ പരാമർശിക്കുന്ന 969 വർഷം ജീവിച്ച ഏറ്റവും വയസ്സായ വ്യക്തിയുടെ പേരായ മെത്തൂശല എന്നാണ് ആ തൈക്ക് പേര് നൽകിയിരിക്കുന്നത്. മെത്തൂശല വിജയകരമായി വളർത്തപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന വിത്തായി മാറി. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ ആകർഷിച്ചു. 2008 ഈ ഗവേഷണം സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ നേട്ടം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും അംഗീകരിക്കപ്പെട്ടു. 2011 മെത്തൂശല ഗ്രീൻ ഹൗസിൽ നിന്ന് അതിൻ്റെ സ്ഥിരമായ സ്ഥലമായ കിബുട്സ് കെത്തൂറയിലേക്ക് മാറ്റി നട്ടു. ആ മരത്തിന് പരാഗണം, അതായത് പോളൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ആൺ ഈന്തപ്പനയാണെന്ന് പിന്നീട് കണ്ടെത്തി. ഈ വിജയത്തിന് പിന്നാലെ കൂടാതെ 6 പുരാതന വിത്തുകൾ കൂടി മുളപ്പിച്ചു. അവയിൽ ഒന്ന് ഹന്ന എന്നു പേരുള്ള പെൺമരമാണ്. കുമ്രാൻ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ വിത്തുകളിൽ നിന്നാണ് 2019 ഇത് മുളച്ചത്. ഈ ഗവേഷണം 2020 സയൻസ് അഡ്വാൻസസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചു. മെത്തൂശലയും വീണ്ടും ജീവിപ്പിച്ച മറ്റ് 2 പുരാതന ഈന്തപ്പനകളായ ആദാമും യോനായും നൽകിയ പരാഗണം, അതായത് പോളൻ ലഭിച്ചതിന് ശേഷം ഹന്ന പഴം നൽകാൻ തുടങ്ങി. അടുത്തിടെ നടത്തിയ കൊയ്ത്തിൽ ഏകദേശം 700 ഈന്തപ്പഴങ്ങൾ ലഭിച്ചു. അവയുടെ രുചി മെജൂൾ ഈന്തപ്പഴങ്ങളെപ്പോലെ തേൻ രുചിയോടുകൂടിയ പകുതി ഉണക്ക സ്വഭാവമുള്ളതായാണ് വിവരണം. ഇനിയിപ്പം ഈ ഈന്തപ്പഴവും ഇസ്രായേൽ എന്ന രാഷ്ട്രം വീണ്ടും ഉണ്ടായത് ഇത് തമ്മിലുള്ള കണക്ഷനോ? ഏകദേശം 2000 വർഷത്തോളം യഹൂദ രാഷ്ട്രമില്ലാതെ കഴിഞ്ഞതിന് ശേഷം 1948 ആധുനിക ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായി. അതുപോലെ തന്നെ ഏകദേശം 2 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം
പുരാതന യഹൂദ്യ ഈന്തപ്പന വീണ്ടും ജീവിപ്പിക്കപ്പെട്ടു. യഹൂദ രാഷ്ട്രവും ഏകദേശം 2 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ പുരാതന മരത്തിൻ്റെ പുനരുജ്ജീവനവും ഒരു രാഷ്ട്രത്തിൻ്റെ പുനർജന്മവും തമ്മിൽ പ്രതീകാത്മകമായി ഒരു ബന്ധം പലരും കാണുന്നുണ്ട്. യെശയ്യാവ് 32:15 പറയുന്നത്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. പ്രവാസത്തിൽ പോയ ഇസ്രായേല്യർ തിരികെ വന്നപ്പോൾ അവർ കൃഷിയിടങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു. മാർക്ക് ട്വെയിൻ്റെ എഴുത്തുകളും ഇന്നത്തെ സമൃദ്ധമായ ഇസ്രായേൽ ദേശവും തമ്മിൽ താരതമ്യം ചെയ്ത വിവേകമുള്ളവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ആ ദേശത്തിൻ്റെ യഥാർത്ഥ ജനങ്ങൾ തിരികെ വന്നപ്പോൾ ആ ദേശം വീണ്ടും ഫലഭൂയിഷ്ടമായി. ഇനിയിപ്പം ആ ഈന്തപ്പഴത്തിൻ്റെ ആ ചരിത്രപരമായ പ്രാധാന്യമോ? ഈന്തപ്പന, അതായത് ഫീനിക്സ് ഡാക്ടിലിഫെറ, യഹൂദ മതത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ഏറെക്കാലമായി ഒരു പ്രധാന പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പുരാതന യഹൂദിയിൽ ഈന്തപ്പന സമൃദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയുടെയും പ്രതീകമായിരുന്നു. അതിൻ്റേതായ ചിത്രം യഹൂദ്യ നാണയങ്ങളിലും സിനഗോഗ് അലങ്കാരങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് ആ പ്രദേശത്തിനുള്ള അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പുരാതന എഴുത്തുകാർ യഹൂദ്യ ഈന്തപ്പഴങ്ങളെ വലിയ വലിപ്പം, മികച്ച രുചി, ഔഷധ ഗുണങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം പ്രശംസിച്ചിട്ടുണ്ട്. വീണ്ടും ജീവിപ്പിക്കപ്പെട്ട മെതൂശല എന്ന ഈന്തപ്പനയുടെ ഇലകൾ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് യഹൂദരുടെ വിശുദ്ധ ദേവാലയം സന്ദർശിക്കാൻ യെരുശലേമിലേക്ക് എത്തിയ തീർത്ഥാടകർ കൊണ്ടുവന്ന അതേ ഇനത്തിലേക്കാകാം പെട്ടിരുന്നത്. ഇനിയിപ്പം ഈ ഈന്തപ്പനയുടെ ബിബ്ലിക്കൽ പരമായിട്ടുള്ള സിംബോളിസമോ? 1. ഈന്തപ്പന നീതിയുടെയും ആത്മീയ വളർച്ചയുടെയും ഒരു പ്രതീകമാണ്. ഈന്തപ്പന ശക്തിയെയും ആത്മീയ വളർച്ചയെയും പ്രതിനിധീകരിക്കുന്നു. സങ്കീർത്തനം 92:12 പറയുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും. 2. ഈന്തപ്പനയുടെ ഇലകൾ ആരാധനയിലും ആഘോഷങ്ങളിലും ഉപയോഗിച്ചിരുന്നു. ആനന്ദപൂർണമായ ആരാധനയിലും മതപരമായ ഉത്സവങ്ങളിലും ഈന്തപ്പനയുടെ ഇലകൾ ഉപയോഗിച്ചിരുന്നു. ലേവ്യ പുസ്തകം 23:40 കൂടാരപ്പെരുന്നാളിനിടെ ഈന്തപ്പനയുടെ ഇലകൾ ഉപയോഗിച്ചതിനെക്കുറിച്ച് വിവരിക്കുന്നു. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദവും നന്ദിയും പ്രതീകീകരിക്കുന്നു. 3. യെരുശലേമിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശന സമയത്തെ ഈന്തപ്പന ഇലകൾ. യേശുക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ, അതായത് ട്രയംഫൽ എൻട്രിയിൽ, ജനങ്ങൾ അവനെ ഈന്തപ്പനയുടെ ഇലകളുമായി സ്വീകരിച്ചു. യോഹന്നാൻ 12:13 തന്നെ പറയുന്നത്, ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു. ഈന്തപ്പനയുടെ ഇലകൾ വിജയം, ബഹുമാനം, രാജാവിനെ അംഗീകരിക്കൽ എന്നിവയുടെ പ്രതീകമായിരുന്നു. ഈ സംഭവം ഇന്ന് പാം സൺഡേയായി, ഹോശന്ന സൺഡേയായി ഓർക്കപ്പെടുന്നു. 4. യഹൂദ ദേവാലയത്തിലെ ഈന്തപ്പനകൾ. ശലോമോൻ രാജാവ് നിർമ്മിച്ച ദേവാലയത്തിൻ്റെ മതിലുകളിലും ഈന്തപ്പനയുടെ രൂപങ്ങൾ കൊത്തിയിരുന്നതായിരുന്നു. 1 രാജാക്കന്മാർ 6:29 കെരൂബുകൾ, ഈന്തപ്പനകൾ, പൂക്കൾ എന്നിവയുടെ കൊത്തുപണികൾ ദേവാലയത്തിൻ്റെ മതിലുകൾ അലങ്കരിച്ചതായി വിവരിക്കുന്നു. ഈന്തപ്പനയുടെ പ്രതീകം ഇസ്രായേൽ സംസ്കാരത്തിൽ എത്ര ആഴത്തിൽ പതിഞ്ഞിരുന്നുവെന്ന് ഇത് കാണിക്കുന്നു. 5. ബൈബിൾ കാലങ്ങളിൽ ഈന്തപ്പഴം ഭക്ഷണമായിരുന്നു. ഈന്തപ്പഴത്തെപ്പറ്റി തിരുവഴുത്തിൽ വളരെ കുറച്ച് മാത്രമാണ് നേരിട്ട് പരാമർശിക്കപ്പെടുന്നത്. എന്നാലും പുരാതന മിഡിൽ ഈസ്റ്റിൽ ഈന്തപ്പഴം സാധാരണയായി വിലമതിക്കപ്പെടുന്ന ഒരു ഭക്ഷണമായിരുന്നു. അവ മധുരവും പോഷക സമൃദ്ധവുമായിരുന്നു. പുതുതായി അല്ലെങ്കിൽ ഉണക്കിയ നിലയിൽ ഭക്ഷിച്ചു. ചിലപ്പോൾ സിറപ്പായോ കേക്കായോ തയ്യാറാക്കി. പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് ബൈബിളിലെ പ്രസ്താവനയിൽ പറയുന്ന ആ തേൻ ചിലപ്പോൾ ഈന്തപ്പഴത്തിൽ നിന്ന് ഉണ്ടാക്കിയ സിറപ്പായ ഈന്തപ്പന തേനെ സൂചിപ്പിക്കുന്നതാകാമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വീണ്ടും ജീവിപ്പിക്കപ്പെട്ട യഹൂദ്യ ഈന്തപ്പനയുടെ കഥ അതിശയകരമായ ഒരു കഥയാണ്. 2000 വർഷം മണ്ണിനടിയിൽ മറഞ്ഞു കിടന്ന വിത്തുകൾ ഒരിക്കൽ സമൃദ്ധമായി വളർന്നിരുന്ന അതേ ദേശത്ത് വീണ്ടും വളരുകയാണ്. പലർക്കും ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പുനർജന്മത്തോടൊപ്പം ഈ പുരാതന മരങ്ങൾ വീണ്ടും ജീവിപ്പിക്കപ്പെട്ടത് ഒരു ശാസ്ത്രീയ നേട്ടം മാത്രമല്ല, ചരിത്രത്തെയും വിശ്വാസത്തെയും പുനഃസ്ഥാപനത്തെയും ഓർമ്മിപ്പിക്കുന്ന ശക്തമായ ഒരു അടയാളമാണ്. നീതിമാൻ ഈന്തപ്പന പോലെ വളരും എന്ന് ബൈബിൾ പറയുന്നത് പോലെ യഹൂദ്യ ഈന്തപ്പനയുടെ കഥ സഹിഷ്ണുതയും പുതുക്കലിനെയും നൂറ്റാണ്ടുകൾക്കിപ്പുറം പോലും ജീവിതം തിരികെ വരാനുള്ള സാധ്യതയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. എസ്കേൽ 37-ാമത്തെ അധ്യായത്തിൽ ഒരു ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ എസ്കേലിൻ്റെ സ്റ്റഡി സീരീസിൽ ഞാനിത് പറഞ്ഞതാണ്. അവിടെ ചോദിക്കുന്നത്, ഈ ഉണങ്ങിയ അസ്ഥികൾക്ക് വീണ്ടും ജീവൻ ലഭിക്കുമോ? അതെ,
കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ, പ്രവർത്തനത്തിലൂടെ അത് സാധ്യമാണ്. അതുപോലെ തന്നെ ഏറെക്കാലം മറന്നുപോയിരുന്ന പുരാതന വിത്തുകളും വീണ്ടും ജീവിപ്പിക്കപ്പെടുകയാണ്. യെഹെസ്കേൽ 36:8-11 വരെ പറയുന്നത്, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പിൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ, ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാവും. ശൂന്യപ്രദേശങ്ങളെയും പണിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ അപ്പോളജറ്റിക് സെക്ഷൻ, ബൈബിളിലെ കാര്യങ്ങൾ ശരിയാണെന്ന് ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന മറ്റ് സന്ദേശങ്ങൾ നിങ്ങൾ കാണുക. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.